എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഫ്ലേവേഴ്സ് ഓഫ് ശ്രുതീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് വളരെ ഈസിയായും പെട്ടെന്നും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വാൾ ഡെക്കറാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് വെച്ചോളൂ. കൺസ്ട്രക്ഷൻ പേപ്പർ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു വാൾ ഡെക്കറാണ്. കൺസ്ട്രക്ഷൻ പേപ്പർ സ്പൂണിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള വാൾ ഡെക്കർ. അപ്പോൾ അതിനായിട്ട് നമുക്ക് കൺസ്ട്രക്ഷൻ പേപ്പർ ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. ഞാനിവിടെ ബ്ലൂ കളറാണ് എടുത്തിട്ടുള്ളത്. അത് 3 സെൻറ്റിമീറ്റർ വിഡ്ത്തിൽ നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള പേപ്പർ നമ്മൾ പിന്നീട് സ്പൂണിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് 3 സെൻറ്റിമീറ്റർ വിഡ്ത്തിൽ നമ്മൾ കട്ട് ചെയ്തത് പിന്നെ അതിൻ്റെ ഹാഫായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇങ്ങനെ മടക്കി ഇനി പ്ലാസ്റ്റിക് സ്പൂൺ അതിൻ്റെ മേലെ വെച്ച് ഹാഫ് പോർഷൻ മാത്രം അതിൻ്റെ മേലെ വെച്ച് മാർക്ക് ചെയ്ത് അതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വീണ്ടും ഇതുപോലെ തന്നെ 3 സെൻറ്റിമീറ്റർ വിഡ്ത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത് അതിനെ ഫോൾഡ് ചെയ്ത് വീണ്ടും ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്പൂണിൻ്റെ ഷേപ്പിൽ മാർക്ക് ചെയ്ത് വീണ്ടും നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഓരോ 3 സെൻറ്റിമീറ്റർ വിഡ്ത്തുള്ള സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്കതിൽ നിന്ന് 2 സ്പൂൺ ഷേപ്പിലുള്ള പേപ്പേഴ്സ് റെഡിയാക്കി കിട്ടും. ഇതുപോലെ ഒരു 10-20 എണ്ണം നമുക്ക് റെഡിയാക്കി എടുക്കണം. അടുത്തായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു CD ആണ്. ഈ CDയുടെ മേലെയാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പേപ്പർ സ്പൂണുകൾ ഓരോന്നായിട്ട് ഭംഗിയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് ഒട്ടിക്കാൻ പോകുന്നത്, സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് പ്ലാസ്റ്റിക് സ്പൂൺ ഇതുപോലെ ഡയറക്റ്റായിട്ട് സ്റ്റിക്ക് ചെയ്യാവുന്നതാണ്, കട്ട് ചെയ്യേണ്ട. പക്ഷേ അതിനെന്താണെന്ന് വെച്ചാൽ കളർഫുൾ ആവില്ലേ, വൈറ്റ് കളറായിരിക്കും. പിന്നെ പേപ്പർ പോലെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പേപ്പർ ഇതുപോലെ കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ല ഭംഗിയിലെല്ലാം അറേഞ്ച് ചെയ്ത് ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് സെൻറ്ററിലായിട്ട് പേപ്പർ കൊണ്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും പഴയ ഫ്ലവർ വേഴ്സിൻ്റെ ഒരു ഫ്ലവറൊക്കെ ഉണ്ടെങ്കിൽ സെൻറ്ററിൽ അതുപോലെ ഒട്ടിച്ച് കൊടുക്കാം. നമ്മുടെ വാൾ ഡെക്കർ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത് വാളിൽ ഒട്ടിക്കാനായിട്ട് ഇത് ഡബിൾ ടേപ്പാണ്, 2 സൈഡിലും പശയുണ്ടായിരിക്കും. അപ്പോൾ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ഒട്ടിച്ച് കൊടുത്ത് ആ ഗ്രീൻ കളർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാളിൽ സ്റ്റിക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ വാൾ ഡെക്കർ ഇതാ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഈസി അല്ലേ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് വന്നിട്ടുള്ളെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ എന്താ ചെയ്യേണ്ടത്, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളോട് ബായ് പറഞ്ഞു പോകുന്നു നിങ്ങളുടെ സ്വന്തം ശ്രുതി മകേഷ്.